ആഷിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് 4-ന് റിസൾട്ട് വരുമെന്നിരിക്കെ ഇപ്പോൾ പല മണ്ഡലങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രോങ് റൂമുകൾ, അതായത് ഈ തെരഞ്ഞെടുത്ത വോട്ട് ചെയ്തപ്പെട്ട മെഷീനുകൾ സൂക്ഷിക്കുന്ന ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ പേരാമ്പ്രയിൽ മാത്രമല്ല, മറ്റുള്ള മണ്ഡലങ്ങളും നമ്മൾ കണ്ടുവരികയാണ്. ഇതിൽ BJPക്കോ CPMനോ ഒന്നും ഒരു വിഷയവുമില്ല. KC വേണുഗോപാൽ MP വലിയൊരു പരാമർശവുമായിട്ട് വന്നിരിക്കുകയാണ്. ആ സ്ട്രോങ് റൂം കൈകാര്യം ചെയ്യുന്ന അവരെ അടിയന്തിരമായിട്ട് പുറത്താക്കണമെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു സാഹചര്യവുമില്ലാതെ ആരും അറിയാതെ ചെന്ന് സ്ട്രോങ് റൂം തുറക്കുന്നൊരു സാഹചര്യം ഇത് കേരളത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? മുമ്പെങ്ങും കണ്ടുകേൾവിയില്ലാത്ത ഒരു പ്രവണതയാണ് ഇത്തവണത്തെ ഇലക്ഷന് ശേഷം ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. അത് ഇലക്ഷന് ശേഷം മാത്രമല്ല, ഇലക്ഷന് മുമ്പുണ്ട്. BJPയുടെ സീല് പതിപ്പിച്ച ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ്. ഓക്കെ, അതായത് ഇലക്ഷനെ, അതായത് ജനങ്ങളുടെ സാധാരണ അവകാശത്തെ അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, ഇതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു വിശദീകരണം ഭയങ്കര രസമുള്ളതാണ്. അതായത് ഡയറി എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്ന നമ്മുടെ സേതുരാമയ്യർ CBIയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഡയറി, പോക്കറ്റ് ഡയറി എടുക്കാൻ മറന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു സർജന്റെ ഒരു ഭാവം, ആ ഒരു രീതിയിലുള്ള ഒരു കമന്റാണ് ഉദ്യോഗസ്ഥർ പങ്കുവെച്ചത്. അത് പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇനി യാതൊരുവിധ മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ അവിടെ ഒരു അനക്കം പോലും ഉണ്ടാവരുതെന്ന് ഉത്തരവിട്ട് കഴിഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഗുരുവായൂർ മണ്ഡലത്തിലെ EVM സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റേഷനിൽ, സ്റ്റോർ റൂമിൽ CCTV 1 മണിക്കൂർ വൈകിട്ട് 4:30 മുതൽ 5:30 വരെ, ഇന്നലെ വൈകിട്ട് 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂർ പ്രവർത്തനരഹിതമായി. എന്താണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി? നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു സേഫ്റ്റി അങ്കലാപ്പിലാവുകയാണ്. അല്ല, ഒരു സ്ഥലത്താണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഓക്കെ, ശരി, ഇത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമാണ്. ഒരു സ്ഥലത്തല്ല, വീണ്ടും അടുത്തടുത്ത് വീണ്ടും സ്ട്രോങ് റൂം തുറക്കുന്നിരിക്കുകയാണ്. ആദ്യം പേരാമ്പ്ര ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് നേരെ താഴെ പാലക്കാട്, പിന്നെ ഗുരുവായൂർ ഇതുപോലത്തെ ഒരു മാൽ പ്രാക്ടീസിന്റെ ഒരു സൂചന കാണുന്നുണ്ട്. അതൊരു ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ സാരമായി ബാധിക്കുമോ എന്നൊരു ആശങ്കയും സാധാരണക്കാർക്ക് അത് വരാൻ സാധ്യതയില്ലേ? അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നത്. ഇത് ഒന്നാണെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ ഇതൊന്നല്ല. അതിനും അപ്പുറത്തേക്ക് CPMനാണെങ്കിലും BJPക്കാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ സ്ട്രോങ് റൂം സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആദ്യം പ്രതിഷേധവും വലിയ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് ഇവിടുത്തെ CPM ആയിരുന്നു. CPM മിണ്ടാട്ടമാണ്. ഒരു വാക്ക് പോലും CPM ഇതിനകത്ത് മിണ്ടിയിട്ടില്ല. അതെ, ഇപ്പോൾ പേരാമ്പ്രയിലെ വിഷയത്തിൽ പറയുന്നത് തങ്ങൾക്ക് മറ്റഭിപ്രായമൊന്നുമില്ല, പരാതിയും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നാണ് TP രാമകൃഷ്ണൻ, അതായത് പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ പറയുന്നത്. പക്ഷേ അതേസമയം UDFലെ ഫാത്തിമ തഹ്ലിയ അതിനെക്കുറിച്ച് വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അതായത് കൂടാതെ KC വേണുഗോപാൽ, K മുരളീധരൻ, അവരെല്ലാവരും ഇതിനെതിരെ ഒരു അട്ടിമറി പ്രതീക്ഷിച്ച്, അതായത് അട്ടിമറിയാണോ എന്ന് സംശയിച്ച് ചോദിക്കുന്നു. എന്താണ് തെറ്റ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് പോയി സ്ട്രോങ് റൂം തുറക്കാൻ? ഒരു ഡയറി മറന്നു വെച്ചു എന്ന് പറഞ്ഞ് അകത്തേറി. സ്ട്രോങ് റൂം എങ്ങനെയാണ് നമുക്കറിയാം. കൃത്യമായിട്ട് പട്ടാളക്കാർ ഉദ്യോഗസ്ഥർ വന്നിട്ട് അത് പൂട്ടി, കൃത്യമായിട്ട് സുരക്ഷ ചെയ്ത് താക്കോല് പൂട്ടി, അതിനുശേഷം സീല് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. ആ സീല് പൊട്ടിച്ച് താക്കോല് തുറന്ന് അകത്ത് കയറാൻ അവർക്ക് എങ്ങനെയാണ് അധികാരം വരുന്നത്? ഇതിന് ഇവിടെയുള്ള അധികാരികൾ കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. എന്ത് മറന്നു വെച്ചാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുരുതര വീഴ്ച എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ തന്നെ അതിന് മറ്റൊരു മാർഗം അല്ലെങ്കിൽ അതിന് മറ്റൊരു വഴി സജസ്റ്റ് ചെയ്യാമായിരുന്നു. ഡയറി അത് കയ്യും കാലും ഇറങ്ങി ഓടത്തൊന്നില്ലല്ലോ. ഇലക്ഷന്റെ കൗണ്ടിങ് കഴിഞ്ഞാണല്ലോ ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അത് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ന്യായീകരണമല്ല, അത് ശരിയായ ന്യായീകരണമല്ല. ഇതിപ്പോ ഒരു വിഷയമാണെങ്കിൽ ഓക്കെ, എല്ലായിടത്തും ഡയറി മറന്നു വെക്കുന്നു, എല്ലായിടത്തും സ്ട്രോങ് റൂം തുറക്കുന്നൊരു സാഹചര്യം. ഇതിപ്പോൾ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഓക്കെ, ശരി, ഇത് ഒരിടത്ത് മാത്രം നടന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ ഇതിനകത്ത് സംശയം ജ്വലിപ്പിക്കുന്ന കാര്യങ്ങൾ വരുന്നത് ഒന്നെങ്കിൽ CPM ഭയന്നു തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലക്കാട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ ഇടതുകോട്ടയ്ക്ക് ഒരു ഇളക്കം തട്ടിയതിൻ്റെ ഒരു
പ്രതിഫലനമായിരിക്കും. അവിടെ ഇപ്പോൾ BJP ആണെങ്കിൽ പോലും പ്രതിഷേധവുമായിട്ട് വന്നിട്ടില്ല. എല്ലായിടത്തും കോൺഗ്രസിന് മാത്രമാണ് പ്രതിഷേധമുള്ളത്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. CPM-നും BJP-ക്കും ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ MP കൃത്യമായിട്ട് അതിൽ ഇടപെടുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ മുരളീധരൻ്റെ പത്രപ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇത് കൃത്യമായിട്ട് നോക്കിക്കണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് ഇവർ പറയുന്ന എക്സ്ക്യൂസുകൾ. പക്ഷെ മറ്റൊരു കാര്യം അതിൽ ഉണ്ട്. അതായത് പേരാമ്പ്രയിൽ സ്റ്റോർ റൂം തുറന്നു, പക്ഷേ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലായിരിക്കണമായിരുന്നു. അതെ, സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പ് മറ്റൊരു ഏജന്റിനെ സാക്ഷിയാക്കി തുറന്നു എന്ന് പറയുന്നതിൽ ഒരു ന്യായീകരണവുമില്ല. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് അവർ ആ ഒരു സ്റ്റോർ റൂം തുറന്നു, അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിനെതിരെ പല സ്ഥലങ്ങളിലും ഏജന്റുമാർ ആരുമില്ല, ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് തുറക്കുന്നു. ചോദിക്കുമ്പോൾ എന്താണ്, ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കണം. അവിടെ ആളുകൾ വരുന്നേ, ഇപ്പൊ എല്ലാ പാർട്ടിയിലും ആളുകളുണ്ടല്ലോ, അവരും കൂടെ വന്നിട്ട് ഇതൊക്കെ തുറക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുമോ, എത്ര പേരുടെ കഷ്ടപ്പാടാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർ അവരുടെ ആഹാരവും അവരുടെ ജീവിതശൈലിയും എല്ലാം മാറ്റിവെച്ച്, അവരുടെ തൊഴിൽ വരെ മാറ്റിവെച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇറങ്ങി മഴയും വെയിലും കൊണ്ട് വീടാന്തരം കയറി ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലെക്സ് വെച്ചും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അതുമാത്രമല്ല ഇനി ഈ നാടിന് പുതിയൊരു ഭരണം വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹത്തിൽ വോട്ട് ചെയ്ത ഒരു ജനങ്ങളുണ്ട് ഇതിനു മുന്നിൽ. ഭരണം വന്നാലും വന്നില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യരുടെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടുകൾക്ക് പുല്ല് വില കൊടുക്കുന്ന രീതിയിലല്ലേ അവിടെ പൂട്ടിയിട്ടിട്ട് പോയ, സീല് വെച്ചിട്ട് പോയിട്ടുള്ള ആ പൂട്ട് പൊളിച്ച് അകത്ത് കയറുക എന്ന് പറയുന്നത് ആ മനുഷ്യരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ഇപ്പോൾ അത് സ്ഥാനാർത്ഥിയെ മാത്രമല്ല, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, ഊണും ഉറക്കവും കളഞ്ഞ് കഷ്ടപ്പെട്ട, ജീവിതത്തിലെ തൊഴിൽ വരെ മാറ്റിവെച്ച് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരാൾ വിജയിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെയ്ത പണിയെ അവരെ പോലും മോശമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ വെറും BJP ഏജന്റായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു കാര്യമാണ്. BJPയുടെ ഒരു ഏജന്റ് മാത്രമായിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്നുള്ളത്. അതിന് ഒരുപാട് സൂചന ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന വിവാദം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന രേഖകളിൽ സീൽ വരുന്നത് ആരെയാണ്? BJPയുടെ ആസ്ഥാന ഓഫീസിലാണോ തെരഞ്ഞെടുപ്പ് ഓഫീസ് കമ്മീഷൻ ഇരിക്കുന്നത്? സീലുകൾ മാറിപ്പോയതാണെന്ന്. എങ്ങനെയാണ് BJPയുടെ സീല് തമ്മിൽ മാറിപ്പോകുന്നത്? രണ്ട് സീലും അടുത്ത് വെച്ചിരിക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോ മറ്റേ സീല് വെച്ച് മാറിപ്പോയത്. അല്ല, വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഓഫീസിലായിരിക്കും. അതെ, BJPയുടെ ഓഫീസിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ സീലായി പോയത്. എന്നിട്ട് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? ഈ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴാണ് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചൊറിഞ്ഞു കയറുന്നത്. സ്ട്രോങ് റൂം തുറന്നു കയറിയത് ഡയറി എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതേസമയം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടാവില്ല. അതായത് ഇപ്പൊ ഈ UDF സ്ഥാനാർത്ഥിയെ അറിയിച്ചു എന്ന് പറഞ്ഞല്ലോ, അവരെത്തുന്നതിന് മുമ്പ് സ്റ്റോർ റൂം തുറന്നു. ഇതേ സ്ഥാനത്ത് UDF സ്ഥാനാർത്ഥിയുടെ പകരം LDF സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലോ, അവരെത്തുന്നതിന് മുമ്പ് സ്റ്റോർ റൂം തുറന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തായിരിക്കും ചെയ്യുക? ആ ഉദ്യോഗസ്ഥരെ ആ പരിസരത്ത് നിന്ന് അനങ്ങാൻ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ലെന്നേ. CPM പറഞ്ഞ തലമണ്ടേ കയറും വേണമെങ്കിൽ. അതെ, ഇത് എവിടെയോ കേട്ട സംഭവത്തിന് ഹർത്താൽ വിളിക്കുന്ന CPM എന്തുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല? CPM-ന്റെ ഒരു നേതാവിൻ്റെ പോലും പ്രതികരണം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ CPM ആണ് മറ്റുള്ള സംസ്ഥാനങ്ങളാണ്ട്, ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇതേപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നോർത്തില് ഇലക്ഷന്റെ ഇപ്പോൾ ബൂത്ത് കയ്യേറ്റവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ BJPയെ കുറ്റപ്പെടുത്താൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് CPM ആണ്. പക്ഷെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ട് അതെന്താണ് നിജസ്ഥിതി എന്ന് ആലോചിക്കാത്ത ഒരു CPM-നെ എന്താ പറയുക?
ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു സി പി എമ്മിന് ബി ജെ പിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. ഒരു വിഷയത്തിൽ പോലും സി പി എം എല്ലാ വിഷയത്തിലും മൗനം മാത്രമായിരുന്നു. സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും സി പി എം കൃത്യമായിട്ടൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ അണികളെ ബോധിപ്പിക്കണ്ടേ, നമ്മൾക്ക് ബി ജെ പിയുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് സ്വന്തം അണികളെ ബോധിപ്പിക്കണ്ടേ. അതിന് പോലും സി പി എമ്മിന് കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് ഇതിലും വലിയൊരു മോശം അവസ്ഥ ഈ പാർട്ടിക്ക് വരാനുള്ള ഈ സംസ്ഥാനത്ത്. അപ്പോൾ ഈ പാർട്ടി തിരിച്ചു വരും, അല്ലെങ്കിൽ പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം. ബി ജെ പിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ സി പി എം വാ തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി. ഇപ്പോൾ പി എം ശ്രീ പോലുള്ള പദ്ധതിക്ക് സി പി എം എന്ത് മറുപടി പറയും? സി പി എം അവസാനം യു ടേൺ അടിക്കേണ്ടി വന്നു. എങ്ങനെയാണ്? സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും സമരം ചെയ്യാനിറങ്ങി. സി പി ഐ തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് സമരവുമായിട്ട് ഇറങ്ങി. ഇങ്ങനെ സ്വന്തം പാർട്ടിയും സ്വന്തം കൂടെയുള്ള ഘടകകക്ഷികളും തിരിയുമെന്നറിയുന്ന സാഹചര്യത്തിലാണ് സി പി എം തിരിയേണ്ടി വന്നൊരു സാഹചര്യം. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഫണ്ട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് എന്ന്. ഫണ്ട് വാങ്ങിച്ചിട്ട് ആ പദ്ധതി നടക്കില്ല എന്ന് പരസ്യമായി അനൗൺസ് ചെയ്യുക. സ്വാഭാവികമാണെന്ന് ആലോചിച്ച് നോക്കൂ. സി പി എം ആണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. അതായത് ഞങ്ങൾക്ക് ചതിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾ പരസ്യമായി ചതിക്കുമെന്ന്. ചതി മാത്രമല്ലോ, ഒറ്റുകൊടുക്കലല്ലേ യഥാർത്ഥത്തില്. ഇത് നമ്മൾ ആരും അറിയാതെ നാളെ ഈ പദ്ധതി നടക്കും. നമ്മൾ ഈ പറയും ഒരു പദ്ധതി ഒപ്പുവെച്ചാൽ അത് നടക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഒന്ന് ആറി തണുക്കട്ടെ എന്ന് മാത്രമാണ് സി പി എം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാം മിണ്ടാതിരെ ശാന്തരായിട്ട് ഈ വിഷയം ഒരു പരിസരത്തും ചർച്ച ചെയ്യാത്തത്. നാളുകളിൽ ഈ വിഷയങ്ങൾ നടക്കുന്നേ, നാളുകളിൽ നമ്മുടെ സ്കൂളുകളിൽ മോദിജിയുടെ പടമായിരിക്കും കാണുന്നത്. എന്തിനാണ്? സ്വാതന്ത്ര്യ സമരത്തിന് പകരം വീർ സവർക്കറിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. വരും തലമുറ ആ ഒരു ചരിത്രം കേട്ടായിരിക്കും വളർന്നു വരുന്നത്. ആ ഭാവിയുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം പഠിക്കണം, പക്ഷേ എവിടെ പഠിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണുള്ളത്. പഠിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അറിവും ബുദ്ധിയും ശേഷിയും അവർക്ക് ആ സമയത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. 1-ാം ക്ലാസ്സിനൊരു കൊച്ചിന് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവൻ വളരുന്നത് വരെ അത് വിശ്വസിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവന് ചിന്തിക്കാനും, ഇപ്പോൾ കോളേജുകളിൽ, അതായത് കോളേജ് കഴിഞ്ഞ് ഒരു PhD ലെവലിലേക്ക് പോകുമ്പോൾ പഠിപ്പിക്കട്ടെ. എല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാ ചരിത്രവും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ചരിത്രത്തെ ചോദ്യം ചെയ്യാനാണെങ്കിലും ഈ ചരിത്രത്തിലെ പാളിച്ചകൾ എന്താണ് എന്നറിയാൻ. യഥാർത്ഥ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് വളച്ചൊടിക്കാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? യഥാർത്ഥ ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടേതാണ് ചരിത്രം, അന്ന് എന്തുകൊണ്ട് ഇവർ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കാൻ ഇവർക്ക് കഴിയുള്ളൂ. അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. 10 കൊല്ലം മുമ്പ് നമ്മൾ നേരിട്ടിരുന്ന കേരളമല്ല ഇന്നുള്ളത്. ഇന്ന് എന്തെല്ലാം വർഗീയ വിവാദങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര തരത്തിലുള്ള വർഗീയ വിവാദങ്ങൾ! ഒന്ന് സംസാരിച്ചാൽ പോലും നമ്മളെ വർഗീയവാദിയാക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു പോസ്റ്ററിൽ പോലും വർഗീയത കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതെ, അങ്ങനെ കേരളം കഴിക്കുന്ന ഭക്ഷണം, ഉടുക്കുന്ന വസ്ത്രം, ഇതെല്ലാം വർഗീയതയാണ്. അങ്ങനെ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പോട്ടുള്ള കാലഘട്ടത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതിനെ കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ MP-മാരാണെങ്കിലും കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് മുന്നേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും മെയ് 4-ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാകുമെന്ന് നോക്കിക്കാണാം.